അലൈക്കും. വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പോൾ ഇന്ന് ഞാനൊരു പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കപ്പ് മൈദ, അതായത് 1 kg മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 250 ml, അതായത് 1 കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഞാൻ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും, അതാണ് ഇപ്പം ഞാൻ എടുത്ത മൈദയുടെ അളവനുസരിച്ച് വെള്ളം എനിക്ക് ആവശ്യം വന്നത്. ഇനി ഇത് നല്ലപോലെ കുഴച്ച് നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. പിന്നെ സാധാരണ പൊറോട്ട ഉണ്ടാക്കണ പോലെ ഇത് ഞാൻ ഒരുപാട് സമയം കുഴയ്ക്കണമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് കുഴച്ച് കുറച്ചൊരു സോഫ്റ്റ് ഡോ ഒക്കെ ആക്കി മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് ഞാനൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നമ്മൾ ഈ മാവ് നല്ലപോലെ കുഴയ്ക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും. ഇപ്പം ഞാനിതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രാത്രി മാവൊക്കെ കുഴച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായി കിട്ടും. ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് ഇതൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കാം. നമ്മൾക്ക് എത്ര സൈസുള്ള പൊറോട്ട വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം. ഇനി ഓരോ ബോൾസും ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എല്ലാ ബോൾസും അതുപോലെ ചെയ്തെടുക്കാം. നമുക്ക് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. ഇനിയിപ്പോൾ എല്ലാ ബോൾസിനും നമുക്ക് ഓയിൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് ഡ്രൈ ആയിപ്പോവും. ഓയിൽ നല്ലപോലെ ഒന്ന് എല്ലാ ബോൾസിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് മൂടി വെക്കാം. ഇതും നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയി വരും. ഞാനിപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഓരോ ബോൾസും എടുത്ത് ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എനിക്ക് വീശാൻ അങ്ങനെ അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. വീശാൻ അറിയുന്നവർക്ക് അങ്ങനെ വീശിയെടുക്കാം. ഞാൻ ഇതുപോലെ നല്ലപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കും പൊറോട്ട മാക്സിമം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്കിങ്ങനെ വലിച്ച് നീട്ടാൻ പറ്റുള്ളൂ. എന്നിട്ട് 2 സൈഡും ഇതേപോലെ ഒരുമിച്ച് കൊണ്ടുവന്നതിന് ശേഷം അതൊന്ന് അടിച്ചെടുക്കാം. ഇതാണ് ഞാൻ ചെയ്യുന്ന രീതി. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കാം.
ഇനി എല്ലാ ബോൾസും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ പരത്തുന്നതിന് മുന്നേ ഫ്ലോറിലും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊറോട്ടയുടെ മാവിലും ഇതേപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് സോഫ്റ്റ് ആയിട്ട് ഇത് വലിച്ച് നീട്ടാൻ പറ്റും. ഇനി നമുക്ക് ഓരോ പീസും എടുത്ത് ഇതേപോലെ പയ്യെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പൊറോട്ടയും നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ സാധാരണ പൊറോട്ട എല്ലാവരും ഉണ്ടാക്കണ പോലെ ഒരുപാട് സമയം കുഴയ്ക്കുകയും ഒരുപാട് ഓയിലും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ മിതമായ രീതിയിൽ ഉള്ള ഓയിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ എന്നാലും നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊറോട്ട കിട്ടാറുണ്ട്. പിന്നെ ഓയിൽ അത്യാവശ്യം യൂസ് ചെയ്താലാണ് നമുക്ക് പൊറോട്ട സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി പോവും. അതിനാണ് നമ്മൾ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊറോട്ട ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് സമയമെടുത്ത് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പുറം ഒക്കെ ഒന്ന് കരിഞ്ഞു പോവും, ഉള്ളൊന്നും കുക്കാവില്ല. ഇത് സമയമെടുത്ത് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിൽ തിരിച്ചും മറിച്ചും ഇടുമ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്താൽ അത്രയും നല്ലത്. കാരണം അല്ലെങ്കിൽ പൊറോട്ട ഭയങ്കര ഡ്രൈ ആയി പോവും. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഒരു 3 പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് അടിച്ചെടുക്കണം. നല്ലപോലെ അടിച്ചെടുക്കണം. എന്നാലേ പൊറോട്ടയുടെ ലെയറൊക്കെ അങ്ങോട്ട് വിട്ട് നല്ല പൊറോട്ടയുടെ ആ ഒരു ടെക്സ്ചറിലേക്ക് വരുള്ളൂ. ചെറിയ ചൂടുണ്ടാവും. എന്നാലും നല്ലപോലെ ചെറിയ ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം. ഇപ്പോൾ പൊറോട്ടയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ മാവ് എത്രത്തോളം സമയം കുഴച്ച് വയ്ക്കുന്നതും എത്രത്തോളം ഓയിൽ യൂസ് ചെയ്യുന്നതും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പൊറോട്ടയൊക്കെ നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ലല്ലോ, വല്ലപ്പോഴല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഇതേപോലെ ടൈം എടുത്ത് ഉണ്ടാക്കാം. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി.
ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ കാണണം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.